സോന, Yes. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ റൗണ്ടാണ് കഴിഞ്ഞത്. നന്നായി പാടാൻ പറ്റിയോ? പാടി ഇമോഷണൽ ആയിപ്പോയി. ഇമോഷണൽ ആയി പോയി. നിങ്ങൾ ഇമോഷണൽ ആയി പോയോ? ഇമോഷണൽ ആയ വേറൊരാളുണ്ട്, സോനയുടെ മകള്. അതെ. എന്ത് പറ്റി? ഫാമിലി ആയിട്ട് ഇമോഷണൽ ആയല്ലോ ഈ അതെ, പാട്ട്. ഇങ്ങ് വന്നേ, അടുത്ത് വന്നേ, ചോദിക്കട്ടെ. പാട്ട് കേട്ടിട്ട് ശ്ശെടാ. ഇമോഷണൽ ആയി പോയോ? ഇഷ്ടപ്പെട്ടോ എന്ത് അമ്മ പറ്റി? പാടിയത്? മോളെ, നീയേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാന് മുൻപേ കണ്ടിട്ടുണ്ട്. മോനെയല്ല, മോള്. ഇല്ല. പിന്നെന്തിനാ കരഞ്ഞ്? അമ്മയുടെ പാട്ട് കേട്ട് ഉണ്ടായ വൈകാരിക വിക്ഷോഭം ആണോ? അമ്മയുടെ പാട്ട് ആണോ? മോള് പറ, എന്തായിരുന്നു? എന്താണ് കാരണം എന്ന് പറ. പറയൂ, കാരണം പറയൂ. പാട്ടാണ് ഇഷ്ടപ്പെട്ടത് അതോ അമ്മയോടുള്ള ഇഷ്ടം കാരണം അമ്മ പാടിയത് കേട്ടിട്ട് ഇമോഷണൽ ആയി പോയതാണോ? അതോ അമ്മ എന്തെങ്കിലും വാങ്ങി തരാതിരുന്നോ? അമ്മ പാട്ട് കേട്ടിട്ടാ. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആള് കരയുന്നുണ്ട്. ആഹാ. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ, അപ്പൊ ഞാൻ പുറത്തു പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇത് പാട്ട് കേട്ടപ്പോഴേ അവൾക്ക് വലിയ ഇഷ്ടമായി. സോനയ്ക്ക് എന്താ പറ്റിയത്? എനിക്ക് ഇമോഷണലായി. എന്താ ആ കാരണം? ഉണ്ടാവില്ല. പാട്ടിനോടുള്ള ഒരു ഇഷ്ട കൂടുതൽ കൊണ്ടാ, അതാണ്. ആ പാട്ട് ഫീൽ ചെയ്തു, അതെ, feel സിസ്റ്റമിലേക്ക് ചെയ്തു. വന്നു. അതെ. മോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടപ്പോ ഞാൻ വല്ലാണ്ട് ടെൻഷൻ ആയി പോയി. എന്താ സംഭവിച്ചതെന്ന്. മോള് ഈ പാട്ട് അമ്മ പാടുന്നതായിട്ടാണോ ആദ്യം കേൾക്കുന്നത്? അത് അതിനു മുമ്പ് സിനിമയിലോ അല്ലെങ്കിൽ പാട്ട് എവിടെയെങ്കിലും ഒക്കെ കേട്ടുണ്ടോ? അമ്മ പാടുന്നവരെ കാണും. ആദ്യമായിട്ട് കാണുന്നേ? അമ്മയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മകളാണ്. മകളാണ്. അത് ആദ്യമേ പറഞ്ഞു. അതെ. എന്റെ അമ്മ ഒരു വേദിയില് വലിയൊരു സ്റ്റാർ ആയിട്ട് വേണം എനിക്കും ആ വേദിയിൽ ഒരു ഭാഗമാവാൻ, അല്ലേ? ഫുൾ ഭാഗമായി ഇവിടെ. അതെ, സാധാരണ അമ്മമാരാ ആ, അതിന്റെ ഒരു സന്തോഷം. ഇത് മകൾക്ക് അവിടെ ഇരുന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മയും മകളും രണ്ടുപേരും വികാര ഭരത്. നിർഭരിതരായി. ഈ വാക്കുകളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ തന്നെ മാറ്റിയിട്ട് ഇങ്ങോട്ട് ചോദിക്കുക കേട്ടോ. ഇവിടേക്ക് ഈ സംശയമായിട്ട് വരരുത് അത് പ്ലീസ്. ലിറ്ററേച്ചറിലാണ് ഇപ്പുറത്ത് അതെ, ഇരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്തായിരുന്നു, ഞങ്ങളെ തന്നെ വേറൊരു ഫീലിലേക്ക് എത്തിച്ചു. സൂപ്പറായിരുന്നു പാടിയത്. പിന്നെ എന്താ ഒരു ഇടർച്ച പോലെ ഉണ്ടായിരുന്നോ? ഫീൽ ആയിപ്പോയി. ഇതിൽ കൂടുതലായി പോയതിന്റെ ഈ ഇടർച്ച. വരികൾ കൂടുതൽ ശ്രദ്ധിച്ച് പാടി. അപ്പൊ ആ വരികളിൽ ഓരോ ഇത് ആലോചിച്ച് ആലോചിച്ച് പാട്ടുകാര് വരികൾ അറിഞ്ഞ് പാടും, പക്ഷേ അതെ, വരികളുടെ ഇടയ്ക്ക് കരയരുത്. അത് പാടില്ല. അതെ അതെ. നമ്മൾ കരഞ്ഞു പോയാല് പാട്ടിനെ എഫക്ട് ചെയ്യും. നമ്മുടെ ഒരു ഫീല് കൊണ്ട് മറ്റുള്ളവര് കരയണം, അതെ അതായിരിക്കണം. അപ്പൊ ഇതിൽ എനിക്ക് തോന്നിയത് സോന ഇടയ്ക്ക് പാടുമ്പോഴത്തേക്കുള്ള ഒരു ഇടർച്ച കാരണം ചില ഭാഗങ്ങള് പെർഫെക്റ്റ് ആവാൻ പറ്റിയില്ല. അതാണ് തോന്നിയ 2-3 കാര്യം. എനിക്ക് തോന്നുന്നു ചരണം തുടങ്ങാൻ ഒരു വയലൻസ് സ്ട്രിങ്സ് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം പറ്റി. മിഴി നിറയുന്നു തുടങ്ങുമ്പോൾ ഒരു കിൻഷ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, പ്രശ്നമായി. അതുപോലെ എനിക്ക് ആ വേഴാമ്പൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വേഴാമ്പലിലെ ആ സംഗതി സൂപ്പറായിരുന്നു. താങ്ക് യു മാം. നന്നായി ഉൾക്കൊണ്ട് പാടി. പക്ഷെ ഈ ഉൾക്കൊള്ളൽ പാട്ടിനെ ബാധിക്കാതെ നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. പേടിച്ചേട്ടാ. സോന, Sir. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ അന്ന് ആദ്യം വന്ന സോന, ഇപ്പോൾ ഉള്ള സോന, അന്ന് കണ്ട സോന ആര്, ഇന്ന് കണ്ട സോന ആര്? അന്നു കണ്ട നീയാരോ, ഇന്നു കണ്ട നീയാരോ, എല്ലാം എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. അതെ, എനിക്ക് ആ. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ഫാൾസ് ഐ റിയലി ലവ്ഡ് യുവർ സിംഗിങ്. കേട്ടോ, താങ്ക് യു സർ. താങ്ക് യു. ആ ഒരു മഞ്ജു പറഞ്ഞ ഒരു വേഴാമ്പൽ, ദാറ്റ് ഏരിയ വാസ് സൂപ്പർ. താങ്ക് യു സർ. ഇനി പാടുമ്പക്കറിയരുത് പ്ലീസ്. നോ. ഇല്ല കേട്ടോ. സർ. സോന, എന്തായാലും നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ റൗണ്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. ആ പാട്ടിന് നല്ല ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഇൻവോൾവ് ആക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം, അതെ, അത് അടുത്ത റൗണ്ടിൽ നമുക്ക് നോക്കാം. Okay. ഇപ്പൊ എന്തായാലും എൻ ജീവനെ എന്ന് പറഞ്ഞ പാട്ടാണല്ലോ പാടിയത്. അതെ, അതെ. അപ്പോ സോനയുടെ ജീവനെ തന്നെ നമുക്ക് അടുത്തേക്ക് വിളിച്ചാലോ? പിന്നെ അല്ല, ജീവനെ അടുത്തേക്ക് വരൂ. പാട്ട് കേട്ടിട്ട് എന്താണ് സോനയുടെ ജീവന് തോന്നിയത്? ഇത്രയും നല്ലൊരു സ്റ്റേജിൽ നന്നായി പാടാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ഏതാ? ഞാൻ കൺട്രോൾ ചെയ്താണ്, ചെറിയൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ് ഇമോഷണൽ ഫാമിലിയാണ്. അതെ, എന്ത് പറഞ്ഞാലും കരയും. പാട്ട് അതെ. പാടിയാൻ അപ്പ കരയും. കാണാനുള്ള ഈ ഒരു വലിപ്പം മാത്രമേ മാത്രമേ ഉള്ളൂ. ഉള്ളൂ. കുഞ്ഞു മനസ്സാ. ബിജു മേനോൻ
ഞങ്ങളുടെ ബിജു മേനോന്. അതെ. അതെ, ഞാൻ വിചാരിക്കുന്ന നെക്സ്റ്റ് ഫിലിമിൽ വിളിക്കായിരിക്കുന്നു. ആരെ വിളിക്കും? അഭിനയിക്കാനാണോ അതോ ഭാര്യയെ പാടാൻ വിളിക്കുന്നതാണോ? രണ്ടും വിളിക്കട്ടെ ഇത്. അല്ല, ഇപ്പൊ ഫ്രണ്ട്സിനോടും കുറെ പേരോടൊക്കെ മറച്ചു വെച്ചിട്ടാണല്ലോ ന്യൂ ഇയറിനൊക്കെ എത്തിയ കാര്യം പറയാതൊക്കെ ഇരുന്നത്. അതൊക്കെ പിന്നീട് അറിഞ്ഞപ്പോ എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരും വളരെ സർപ്രൈസ് ആയി. കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് അഭിനന്ദിച്ചു. അല്ല, നമ്മുടെ ഷോ ഒക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതിന്റെ കൂടെ തന്നെ ഹസ്ബൻഡിന്റെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. സത്യത്തില് ഈ മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഒരു അഭിമാനം തോന്നുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഹസ്ബൻഡ്സിനായാലും മക്കൾക്ക് വരെ. ഭാര്യമാരിവിടെ വന്ന് പാടുമ്പോൾ അവരൊക്കെ അമ്മമാരാണ്. അപ്പൊ വന്ന് പാടുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീല്, ഫാമിലിക്ക് കിട്ടുന്ന ഒരു അഭിമാനം, അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ഫ്ലവേഴ്സിന്. പിന്നെ അത് മാത്രല്ല, ഇവിടെ സോന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ ഫാമിലി മൊത്തം 3 പേര് 3 രീതിയിലായിരുന്നു. അമ്മ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മകള് കരയുന്നു, ജീവൻ കരച്ചിൽ വന്നിട്ട് ഉള്ളിൽ വിങ്ങി പൊട്ടുന്നു. അല്ലെ, അമ്മ ഫുൾ ടൈം പ്രാർത്ഥനയായല്ലോ. അമ്മേ, പ്രാർത്ഥന രക്ഷിച്ചോ? അപ്പൊ എന്തായാലും ഫുൾ ഫാമിലി സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ ആദ്യത്തെ റൗണ്ട്, സെമി ഫൈനൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാട്ട് പാടിയെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. അപ്പൊ അടുത്ത റൗണ്ടിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരിക. കരയരുത്. അതെ, കേൾക്കുന്നവർ കരയട്ടെ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശ്രീകാന്ത്. സോന, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.